നമ്മളിന്ന് രാത്രി ധ്യാനിക്കുന്ന വേദ വിഷയം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. വേദപുസ്തകമുള്ളവര് തുറന്ന് വയ്ക്കണം. 1 മുതൽ 13 വരെയുള്ള ഭാഗമാണ് ഈ രാത്രിയുടെ ഇതിവൃത്തം. ഉൽപ്പത്തി 22-ാം അധ്യായം 1 മുതൽ 13 വരെ. വളരെ സുപരിചിതവും വളരെ വ്യക്തവുമായ നമ്മുടെ ശ്രവണേന്ദ്രിയങ്ങൾക്ക് മനസ്സിന് പരിചയമുള്ള ഒരു ഭാഗമാണ്. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം പിതാവ് ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് യാഗം കഴിക്കാൻ പോയ സംഭവമാണ്. ബൈബിൾ തുറന്നിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ഒന്നും കയ്യിൽ വേദപുസ്തകം കാണുന്നില്ല എന്നുള്ളതിൽ ഞാൻ ഏറ്റവും ദുഃഖിക്കുന്നു. അബ്രഹാം ഇസഹാക്ക് മുത്ത് മോറിയ മലയിലേക്ക് പോയ യാത്ര 72 മണിക്കൂർ ദൈർഘ്യമുള്ളത്. നിങ്ങൾ എന്നെ മാത്രം നോക്കണം. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഇവിടെ ഇരുന്ന് വേറെ വല്ലയിടത്തും നോക്കിയിരുന്ന് കൃത്യമായിട്ട് വിളിക്കും. ഞങ്ങൾ വന്നത് 1 മണിക്കൂർ ഒരു പ്രോഗ്രാം നടത്തി 8:30 മടങ്ങി പോകാനല്ല, ഇത്രയും ദൂരമാണ്. ഇന്ന് രാത്രി ഒരു കൃപ പൊട്ടി ഒഴുകണ രാത്രിയായിട്ട് മാറാൻ, ഇന്ന് രാത്രി തിരുവചനത്തിന്റെ ശക്തമായ ഒരു ബ്ലെസ്സിംഗ് അനുഭവിച്ച് മടങ്ങാൻ. അതുകൊണ്ട് പുറത്ത് നിൽക്കുന്നവരും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, കയറി വന്നാട്ടെ. ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിക്കുന്നു, കയറിയിരിക്കണം. നമുക്ക് സന്തോഷത്തോടെ ഇത് എങ്ങനെയുണ്ട്, ഈ പരിപാടി എങ്ങനെയാ, ഇത് ആരാ എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. മാർക്ക് വേണ്ട, ആരുടെയും കൃപ മതി ഈ രാത്രി. അതുകൊണ്ട് ആ ഒരു ബ്ലെസ്സിംഗ് കൃപ അനുഭവിച്ച് രാത്രി മടങ്ങണം. തുറന്നു വയ്ക്കൂ വേദപുസ്തകം ഉൽപ്പത്തി 22. ഈ യാത്രയ്ക്ക് 72 മണിക്കൂർ ദൈർഘ്യമാണ്. 72 hours ഇസഹാക്ക് മോറിയ മലയിലേക്ക് പോയ യാത്ര. എന്നാൽ ഇന്ന് രാത്രി ഇതിനെ ഒരു പകലാക്കി ഞാൻ ചിത്രീകരിക്കുകയാണ്. 1 മണിക്കൂറുണ്ട്, അല്ലെങ്കിൽ 1.25 മണിക്കൂറുണ്ട്. ചുരുക്കത്തിൽ 72 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയെ ഒരു പകലാക്കി ചിത്രീകരിച്ച് 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. നിങ്ങൾ എന്റെ കൂടെ വരണം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും ഏതാണ് കളഞ്ഞു പോയതുപോലെ ഇവിടെ വന്നിരിക്കുന്നത്. സന്തോഷത്തോടെ എന്റെ കൂടെ വരണം. അബ്രഹാം ഇസഹാക്കും ഒരുമിച്ച് മോറിയ മലയിലേക്ക് പോയ യാത്രയാണ്. ഇതിനകത്ത് സംഗീതം ഒഴുകി വരും. ഇതിനകത്ത് വചനം വല്ലാതെ നമ്മളിലേക്ക് വന്നു കയറും. ചിന്തകൾ വന്നു നമ്മളിലേക്ക് ചേരും. അത് നമുക്ക് ഒരുമിച്ച് സ്വീകരിക്കാം, ഒരുമിച്ച് അത് ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ആ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നേരം പുലരുന്നു. വെളുപ്പിന് 5 മണി കഴിഞ്ഞു. അങ്ങ് ആ താഴ്വരയിൽ ഒരു ചെറിയ വീട്. ആ വീട്ടിൽ 3 പേർ: അബ്രഹാം, ഇസഹാക്ക്, സാറ. നേരം വെളുക്കുമ്പോഴേക്കും ആ വീട്ടിൽ വെളിച്ചം തെളിയുന്നു. തിടുക്കത്തിൽ ഒരപ്പൻ ഒരുങ്ങുകയാണ്. അബ്രഹാമിന്റെ മുഖത്ത് പതിവില്ലാത്ത വിധം വല്ലാത്തൊരു വേദനയുടെ അനുഭവം. അമ്മ സാറ ഒന്നും മനസ്സിലാകാത്തതുപോലെ നിൽക്കുന്നു. നിങ്ങൾ ഇന്ന് രാത്രി മേൽപ്പാടം പള്ളിയിലിരിക്കരുത്, ആ വീട്ടിലേക്ക് വരണം. ഇന്ന് രാത്രി ആ മല കയറി നമ്മൾ 8:15 തിരിച്ചു വരും. ഇസഹാക്ക് ഒന്നും മനസ്സിലാകാത്തൊരു നിസ്സംഗതയുടെ ഒരു കൊച്ചു ബാലൻ, അപ്പൻ എന്ന് തീരുമാനിച്ചുറച്ചതുപോലെ വിഷാദം സ്ഫുരിക്കുന്ന മുഖവുമായി. അമ്മ ഘനമുള്ളൊരാശങ്ക ചങ്കിലേറ്റിവെച്ച ഒരു പാവപ്പെട്ട വൃദ്ധയായ മാതാവ്. മകനാകട്ടെ എന്തോ സംഭവിക്കുന്നുവെന്ന് തിരിച്ചറിയാനാകാത്ത വിധം നിഷ്കളങ്കതയുടെ ബാല്യം ആ മകനിൽ കാണാം. നിങ്ങൾ ആ വീട്ടിലേക്ക് ആ ജാലകപ്പഴുതിലൂടെ നോക്കൂ. ഇപ്പോൾ സമയം വെളുപ്പിന് 6 മണിയോടടുക്കുന്നു. ഈ പ്രഭാതം ഞാനൊരു പേര് വിളിക്കുകയാണ്. വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക് വീണ പ്രഭാതം. മോർണിംഗ് ദാറ്റ് ചേഞ്ച് ഫീസ്റ്റ് ടു ഫ്രസ്ട്രേഷൻസ്, അല്ലെങ്കിൽ ഫീസ്റ്റ് ടു ലെമൻസ്. വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക്. നിങ്ങൾ നോക്കൂ, അബ്രഹാം 12-ാമത്തെ അധ്യായത്തിൽ യാത്ര തുടങ്ങിയതാണ്. അലച്ചിലുകൾ ആ മനുഷ്യന്റെ കൂടപ്പിറപ്പായിരുന്നു. ജീവിതത്തിൽ അദ്ദേഹം കടന്നുപോകാത്ത സങ്കട വഴികളില്ല. എന്നാൽ 18, 19 അധ്യായം ഒക്കെ കഴിയുമ്പോഴേക്കും ഏറെക്കുറെ സ്വസ്ഥനാണ് അബ്രഹാം.
ജീവിതത്തിൽ അദ്ദേഹം വളരെ സ്വസ്ഥമായി ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. മകനില്ലാത്ത സ്ഥാനത്ത് മകനെ കിട്ടി. അലച്ചിലുകൾ ഇപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് വഴിമാറി. അങ്ങനെ സ്വസ്ഥമായി വിരുന്നുകളിലൂടെ പോകുന്ന കാലമാണ്. ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു ആശങ്കയും ഇല്ലാതെ ഇന്നലെ രാത്രി 9 മണിയോടെ ഉറങ്ങാൻ കിടന്ന അബ്രഹാമും ഇസഹാക്കും സാറ അമ്മച്ചിയും. വെളുപ്പിന് ദൈവശബ്ദം, വെളുപ്പിന് പൊട്ടിയിറങ്ങുന്ന തിരുമൊഴികൾ. അബ്രഹാമേ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ കൂട്ടിക്കൊണ്ട് ബലി കഴിക്കാൻ പോകാം. ആരും അറിയാത്തൊരു സങ്കടം ഈ അപ്പനുള്ളിൽ സ്വീകരിക്കേണ്ടി വരും. ഏറെക്കുറെ സ്വസ്ഥമായി വിരുന്നുകളുടെ നാടുകളിൽ നിന്ന് വിലാപത്തിലേക്ക് വീഴുക. മോർണിംഗ് ദാറ്റ് ചേഞ്ച്, ഫീസ്റ്റ്. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ വിരുന്ന്, സന്തോഷം. ഫീസ്റ്റ് ടു ഫ്രസ്ട്രേഷൻസ്, കണ്ണീരിലേക്ക് വഴിമാറുക. സ്വസ്ഥതയുടെ രാത്രികളിൽ നിന്ന് അസ്വസ്ഥതയുടെ പ്രഭാതത്തിലേക്ക് ഒരു നിമിഷം കൊണ്ട് തകിടം മറിയുന്ന വിരുന്നുകൾ. നിങ്ങൾ എന്റെ കൂടെ വരൂ. മേൽപ്പാടം പള്ളിയിൽ എഴുന്നേക്കൂ. ആ വീട്ടിന്റെ ഉമ്മറത്തേക്ക് കടന്നു വരൂ. ആ വീട്ടിലേക്ക് ഒന്ന് പാളി നോക്കൂ. അപ്പനും മകനും ഈ അമ്മച്ചിയും ഒക്കെ അനുഭവിക്കുന്ന സങ്കടത്തിന്റെ പ്രഭാതം എത്രമേൽ കഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. എത്ര പെട്ടെന്നാണ് ആ വീട് വിലാപത്തിലേക്ക് പോയത്. സ്നേഹിത, ഈ രാത്രി ഞാനിത് പറയുന്നത് ഇത് നമ്മുടെ ജീവിതമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ ജയിച്ചവരാണ്. ഇപ്പോൾ നമുക്ക് കരയാൻ കാരണമില്ല. ഈ നിമിഷം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വസ്ഥരാണ്. ഈ നിമിഷം നമ്മുടെ വീട് സ്വസ്ഥതയുടെ കൂടാണ്. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വിരുന്നു വരുന്ന ഒരു ഫോൺ കോൾ മതിയാകും ജീവിതം പമ്പരം പോലെ തിരിഞ്ഞിറങ്ങാൻ. ഈ രാത്രി വിജയിച്ചവരാണെങ്കിൽ അടുത്ത പ്രഭാതത്തിൽ എന്റെ സ്നേഹമുള്ളവരെ നമ്മൾ തകർന്നുപോയ മനുഷ്യരാകാം. ഈ രാത്രി നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും, ഞാൻ ആരോ ആണെന്ന് പറയുമ്പോഴും, കുഞ്ഞേ അടുത്ത പ്രഭാതം കണ്ണീരിന്റേതല്ലെന്ന്, അടുത്ത പകൽ നമുക്ക് സ്വന്തമാണെന്ന് പറയാൻ തയ്യാറുള്ള ആരെങ്കിലും ഈ രാത്രി എന്റെ ശബ്ദത്തെ കേൾക്കുന്നുണ്ടോ? നിശ്ചയമായില്ല, അല്ലേ? ജീവിതത്തിൽ ഇങ്ങനെ നമ്മള് ജീവിതത്തിൽ ഏത് നിമിഷവും നമ്മൾ ആശങ്കപ്പെടേണ്ടവരാണ്. ഏത് നിമിഷവും നമ്മൾ ആശങ്കകളിലൂടെ കടന്നു പോകുന്നവരാണ്. വിരുന്നുകൾ, വിലാപങ്ങളായ പ്രഭാതം. ഇതാണ് ഈ പ്രഭാതം. 72 മണിക്കൂറിനെ ഒരു ദിവസമാക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് രാത്രിയിലല്ല, രാവിലെയാണ്. നേരം പുലരും. ഈ നിമിഷം ഓർക്കുക, ഈ പുലരിയിൽ നമ്മൾ ഓർക്കുക, നമ്മൾ ഈ കാണുന്നതൊന്നും നമുക്ക് സ്വന്തമല്ല. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അമൃതധാര എന്ന കവിതയിൽ പാടുന്നുണ്ട്, നമ്മുടേതെന്ന് നാം ഓർത്തിരിക്കും ഇമ്മട്ടിലുള്ള ഒരു വസ്തുവേതും കാലമാം കൺകെട്ടുകാരൻ കാട്ടും ജാലമല്ലെന്നാർക്ക് തീർത്തുരയ്ക്കാം. കൂടുന്നു വന്നിവ എങ്ങു നിന്നോ തേടുന്നു പെട്ടെന്ന് മറ്റൊരിടം. എന്താ? നമ്മുടേതെന്ന് നാം ഓർത്തിരിക്കും ഇമ്മട്ടിലുള്ള ഒരു വസ്തു ഏതും. അത് മക്കളാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, വീടാകാം. കാലമാ കൺകെട്ടുകാരൻ കാട്ടും ജാലമല്ലെന്നാർക്ക് തീർത്തുരയ്ക്കാം, അല്ലേ? അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവര് ഈ പ്രഭാതം കാണുക. ഇത് നമ്മുടെ ജീവിതമാകാം. ഏത് നിമിഷവും ജീവിതം ഒരു വല്ലാത്ത സങ്കടത്തിലേക്ക് പോകാൻ ഒന്നും സ്വസ്ഥമല്ല, ഒന്നും സ്ഥിരമല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ് നമ്മൾ 2 വരികളിലേക്ക് പോകും. ബൈബിളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കേണ്ട ഒരു ഭാഗമുണ്ട്. യേശുവിനെ അടക്കിയ കല്ലറ. മലയാളം ബൈബിളിൽ ഇങ്ങനെയാണ്: അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു, അവിടെ ആരെയും വെച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറ. പക്ഷെ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ്: there was a garden and in the middle of the garden there was a tomb. തോട്ടം എന്ന് മലയാളത്തിൽ, ഇംഗ്ലീഷ് ബൈബിളിൽ ഗാർഡൻ എന്ന് പറഞ്ഞ മക്കളെ അർത്ഥം പൂന്തോട്ടം. നിങ്ങൾ ഏതെങ്കിലും പൊട്ടന്മാര് പൂന്തോട്ടത്തിന്റെ നടുക്ക് കല്ലറ പണിയോ? ലോകത്താരും പൂന്തോട്ടത്തിന്റെ നടുക്ക് കല്ലറ പണിയില്ല. ഇതിൽ യേശുവിനെ അടക്കിയ കല്ലറയെ കുറിച്ച് വായിക്കുന്നു. There was a garden and in the middle of the garden
പൂന്തോട്ടത്തിന്റെ നടുക്കൊരു കല്ലറ. ശരിക്കും ചങ്ങാതി, നമ്മുടെ ജീവിതം ഇന്ന് നമ്മുടെ ജീവിതം ആരാമ സദൃശ്യമാണ്, പൂന്തോട്ടമാണ്. അനുഗ്രഹിക്കപ്പെട്ട മക്കൾ, കൃപയുള്ള വീട്, സന്തോഷമുള്ള നാളുകൾ, നമുക്ക് വണ്ടിയുണ്ട്, വാഹനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പൂന്തോട്ട തുല്യമാണ്. എന്നാൽ ഇൻ ദ മിഡിൽ ഓഫ് ദ ഗാർഡൻ, തോട്ടത്തിന്റെ നടുവിൽ ഒരു കല്ലറ. ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയുടെ നടുക്ക് ഒരു എപ്പോഴാണ് എന്റെ സഹോദര വൃത്തി വരുന്നത് ഓർക്കായിൽ എന്ത് കഷ്ടമേ. പണ്ടെങ്ങോ ഒരു ഭക്തൻ ചമച്ചിട്ടുള്ള വരികളാണ്. അന്നത്തെ പശ്ചാത്തലത്തിൽ ആ ഭക്തൻ എഴുതുന്നുണ്ട്, വള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകുമ്പോഴോ ഏത് സമയവും, പ്രത്യേകിച്ചും ഏത് സമയവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ശൂന്യത വന്നേക്കാം. മനോഹരമാണ് ആ പാട്ട്. ഈ രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കരുത്, അതിലൂടെ പോകണം. സ്വന്തം ജീവിതം ധ്യാനിക്കണം. ദൈവമേ, there has a garden and in the middle of the garden there has a tomb. എപ്പോഴാണ് എന്റെ സോദരാ മൃത്യു വരുന്നതോർക്കായിൽ എന്തു കഷ്ടമേ. കേട്ടിട്ടുള്ള പാട്ടല്ലേ? എന്നാൽ ഈ രാത്രി വരികളിലൂടെ ആർദ്രമായി ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട ഇവരോടൊപ്പം സഞ്ചരിക്കുക. എപ്പോഴാണ് എന്റെ സോദരൻ. ആ പാട്ട് ഇങ്ങനെ കേൾക്കൂ. ആ കേട്ട വരികളിലൂടെ പോയിട്ട് ദൈവമേ, എന്റെ ജീവിതം അടുത്ത പകലിൽ ഒന്നുമല്ല എന്ന നിശ്ചയമുണ്ടോ? ഒന്നും നിശ്ചയമല്ല എന്ന് ഉറപ്പിക്കാം. അറിയാവുന്ന പാട്ടിന്റെ വരികളിലൂടെ വരണം. ആ വരികളിലൂടെ യാത്ര ചെയ്യണം. ദൈവമേ, അശ്വരമായ ലോകം, അവിടെ എന്തിന്റെ സ്ഥിരമെന്ന് പറയാം. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. ജനങ്ങൾക്ക് തൃപ്തിയില്ലാത്ത ലോകത്തെ പോൽ ജീവിച്ചിട്ട് എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. വെട്ടിക്കളയുന്ന മുടിക്കും ചവിട്ടിക്കളയുന്ന പൊടിക്കും ഇടയ്ക്കുള്ള ചെറിയൊരു അനുഭവമാണ് ജീവിതം. വെട്ടിക്കളയുന്ന മുടിക്കും ചവിട്ടിക്കളയുന്ന പൊടിക്കും രണ്ടും നശ്വരമാണ്. പൊക്കിൾ പൊടി മുറിക്കുന്ന കാലത്തിനും ഇനി പുതപ്പിച്ച് കിടത്തുന്ന കാലത്തിനും ഇടയ്ക്കുള്ള ചെറിയൊരു പൂരിപ്പിക്കൽ മാത്രമാണ് ജീവിതം. തലകുത്തി വന്ന കാലത്തിനും തലചായ്ച്ച് തിരികെ പോകുന്ന കാലത്തിനും, അമ്മമാരെ, ഓരോ പ്രസവത്തിലും ഒരു കുഞ്ഞി ലോകത്തിലേക്ക് വീഴണേ തലകുത്തിയാണ്. തലകുത്തി വന്ന കാലത്തിനും തലചായ്ച്ചു പോകുന്ന കാലത്തിനും ഇടയ്ക്ക് അല്പകാലം മാത്രം തലയുയർത്തിപ്പിടിക്കുന്ന കാലമാണ് ജീവിതം. ആ വരികൾ ധ്യാനിക്കാം. ദൂരമേയല്ല മരണം എന്നാർക്കറിയാം ദേശം ഇല്ലാ സമയങ്ങൾ. ഇന്നാർക്കറിയാം ദേശം
ഇപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. പുഴ കണ്ടിട്ടാകാം ഭക്തനെഴുതി വള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. ഇന്നലെയുള്ളവർ ഇന്നിവിടില്ല, ഇനി വരികയില്ല. കാലം പിടിക്കുന്നു യാത്രക്കാരാ, അത്രയുള്ളൂ. വള്ളത്തിൽ യാത്രയിൽ വെച്ചോ. വള്ളത്തിൽ യാത്രയിൽ വച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. വള്ളം പറഞ്ഞു ചില വ്യാപാര ചന്തയിലോ കള്ളക്കേസിലോ പോയി കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണെന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. There was a garden, and in the middle of the garden there was a tomb. ആകസ്മികത നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് നമ്മൾ ഓർക്കേണ്ട വാക്കാണ്. നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ച അവസാനം മടങ്ങുമെന്ന്. In the middle of the garden there was a tomb. ജീവിതത്തിന്റെ ആകസ്മികതകൾ. ഞാൻ പറഞ്ഞതുപോലെ തലകുത്തി വന്ന കാലത്തിനും തലചായ്ച്ചു പോകണ കാലത്തിനും ഇടയ്ക്ക് അല്പകാലം മാത്രം തലയുയർത്തിപ്പിടിക്കുന്ന മനുഷ്യ, എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നത് ഓർക്കായിൽ എന്ത് കഷ്ടം. നിങ്ങൾ ആ വീട്ടിലേക്ക് നോക്കിക്കേ. ഇന്ന് രാത്രി ബൈബിൾ മാത്രം തുറക്കരുത്. കഷ്ടാനുഭവ നമസ്കാരക്രമം ചൊവ്വാഴ്ച രാത്രി തുറന്നു വെച്ചാൽ മനോഹരമായി സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഈ പകലിന്റെ യാത്രയുടെ ഗദ്ഗതങ്ങൾ, ഈ യാത്രയുടെ വർണ്ണന എത്ര മനോഹരമായി ധ്യാനത്തോടെ വർണ്ണിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിനെ ഒരുക്കി ഈ യാത്രയ്ക്ക് വെളുപ്പിനിറങ്ങുമ്പോ ഈ അമ്മ കുഞ്ഞിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ അമ്മ അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തെന്നറിയാം? ആ സുഗീസ വീട്ടിൽ പോയിട്ട് നേരത്തെ എനിക്ക് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ആ പുസ്തകം കൊണ്ടുവരാൻ പറയാം. ഞാൻ സാറാ ചൊന്നാൾ നീ എന്തേ പുത്രബലിക്കായി മുതിരുന്നു. എന്റെ ചായ, എന്റെ അബ്രഹാമേ, യജമാനനാണ് വിളിച്ചോ മൈ മാസ്റ്റർ. ഈ രാവിലെ തേച്ചു മിനുക്കും വളർന്നേ എന്നെ തുണയറ്റോളാക്കും. വെളുപ്പിന് വീട്ടിൽ നിന്ന് വിടരുന്ന ഒരു അമ്മയുടെ നിസ്സഹായ ശബ്ദമാണ്. എന്താ? സാറാ ചൊന്നാൾ. സാറ പറയാണ്, സാറാ ചൊന്നാൾ നീ എന്തേ പുത്രബലിക്കായി മുതിരുന്നു. ഈ കുഞ്ഞിനെയുണ്ട് തേച്ചു മിനുക്കും വളായി നീ എന്നെ തുണയറ്റോളാക്കും. മനോഹരമായ പിതാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സാറ അബ്രഹാമിനോട് പറഞ്ഞതെന്തെന്നാൽ
എന്റെ ഏകജാതനെ നീ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നോട് വെളിവാക്കുക. അബ്രഹാം അവളോട്, എനിക്കും ഈ പൈതലിനും എന്റെ ദൈവത്തിനും ഇടയിൽ ഒരു രഹസ്യമുണ്ട്. സമാധാനത്താൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാറാ അബ്രഹാമിനോട് സമാധാനത്താൽ പോയി വരിക. മേൽപ്പടക്കാരനെ മനസ്സിലായി? സാറാ അബ്രഹാമിനോട് പറഞ്ഞതെന്നാൽ, എന്റെ ഏകജാതനെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് എന്നോട് വെളിവാക്കുക. അബ്രഹാം അവളോട്, എനിക്കും ഈ പൈതലിനുമിടയിൽ ഒരു രഹസ്യമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാറാ പറഞ്ഞു, സമാധാനത്താൽ പോയി വരിക. ആ വീടിന്റെ കൃപ നിങ്ങൾ കണ്ടോ? ഇത്രയും സങ്കീർണതകളും വേദനകളും കുലകുത്തി ഒഴുകുന്ന പ്രഭാതത്തിൽ വിലാപത്തിന്റെ കണ്ണുനീര് കവിൾത്തടങ്ങളിലൂടെ ഇറ്റിറ്റു വീഴുന്ന ഗദ്ഗതങ്ങൾ നിഴലിച്ചു നിൽക്കുന്ന പ്രഭാതത്തിൽ ആ വീടിന്റെ സന്തോഷവും ഹാർമണിയും കണ്ടോ? ഇത് നമ്മുടെ വീടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? നമ്മുടെ അച്ചായൻ രാവിലെ എവിടോ ഒരുങ്ങി വൃത്തിയായിട്ട് പോവുകയാണ്, തേച്ച് മിനുക്കി. അപ്പൊ ഇവിടെ അമ്മാമ ആന്റി സാറാ പറയാണ്, എവിടാ രാവിലെ തേച്ച് പോവുകയാണല്ലോ. നമ്മുടെ അച്ചായൻ പറയാണ്, ഒരു രഹസ്യമുണ്ട്. അപ്പൊ നമ്മുടെ സാറാ പറയും, നെൽപ്പാടത്തെ സാറാ പറയും, സമാധാനത്താലെ പോയി വന്നട്ടെ. എനിക്ക് കഴിഞ്ഞ ആഴ്ചയെ സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഫോൺ കോൾ വന്നപ്പോൾ നിങ്ങൾ ആ ഫോണും എടുത്തോണ്ട് മുറ്റത്ത് തെങ്ങിന്റെ കൂട്ടി പോയപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു. നിങ്ങൾക്ക് ഞാൻ അറിയാത്ത ഏതാണ്ട് രഹസ്യം. അബ്രഹാം പറഞ്ഞു, എനിക്കും ഈ പൈതലിനുമിടയിലൊരു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സാറാ നോക്കിക്കേ, ഇത്ര തകർന്നു വീഴാൻ സാധ്യതയുള്ള ഒരു മേൽക്കൂരയുള്ള വീട്ടിലാണ് ഭാര്യയും ഭർത്താവും ചേർന്നൊരു ഫാമിലി ഹാർമണി. ആ വീട് നിൽക്കും. ജീവിതത്തിന്റെ വേദനകളിൽ ഒരുമിച്ച് പിടിച്ചു നിൽക്കുക, ജീവിതത്തിന്റെ കണ്ണീരെ ഒരുമിച്ച് പിടിച്ചു നിൽക്കുക. എന്തൊക്കെ പറഞ്ഞിട്ട് അബ്രഹാം മിണ്ടുന്നില്ല. ഈ സാറാ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങാൻ നേരം സാറ പറയുന്നുണ്ട്, എന്തെന്നറിയാം, 100 വർഷം വരെ മക്കളില്ലാത്തവളാണ് ഞാൻ. ഒരുപാട് സഹിച്ചതാ, നിന്ദനങ്ങളും പരിഹാസങ്ങളും സഹിച്ചതാ. വേദനയേറ്റും ഞാനേറ്റു, നീയവയെല്ലാം അറിയുന്നു. എന്നെ ദുഃഖിപ്പിക്കല്ലേ, എന്നെ വിഷമിപ്പിക്കരുത്. പോവുക വരും പ്രത്യാശ. കുട്ടികളില്ലാത്തവളായി ദീർഘകാലം സഹിക്കേണ്ടി വന്ന വേദന ലോകത്താരേക്കാളും കൂടുതലായി എന്റെ ഭർത്താവിനറിയാം. വേദനയേറ്റും ഞാനേറ്റു, നീയവയെല്ലാം അറിയുന്നു. എന്നെ ദുഃഖിപ്പിക്കല്ലേ, പോവുക വരും പ്രത്യാശ. ഈ വീട് വിട്ടിറങ്ങുന്ന പ്രഭാതം 4-5 പേർക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറക്കത്തിന്റെ പകർച്ചവ്യാധി പുറപ്പെടുവിക്കുന്നത് കുഴപ്പമുള്ള വിശാല അതിലേക്കൂടെ അമർത്തി പിടിച്ചോണേ. എന്തൊക്കെ പറഞ്ഞിട്ടും അബ്രഹാം ഒന്നും വേണ്ടുന്നില്ല. സാറാ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. മിണ്ടുന്നില്ല അബ്രഹാം. അല്ലെങ്കിൽ സ്ത്രീകൾ മനസ്സിലാക്കണേ, ഈ പുരുഷൻ മൗനിയാകുന്നത് എപ്പോഴാണ്? ഒന്നുകിൽ അവന് ഫിനാൻഷ്യൽ സ്ട്രെയിൻ വരണം, സ്ട്രെസ് വരണം, സാമ്പത്തിക കീശകാലിയാണ്, അല്ലെങ്കിൽ ചില വല്ലാത്ത മാനസികമായ സമ്മർദ്ദമൊക്കെ വരുമ്പോൾ പുരുഷൻ, നമ്മുടെ ആണുങ്ങളുടെ പ്രത്യേകതയാണ്, ഈ ആണുങ്ങൾക്ക് സമ്മർദ്ദവും സങ്കടവും വന്നാൽ അവരൊരു കേവിനകത്ത് കയറുന്ന പോലെ. കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ. ആലോചിച്ച് നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളും ഒരു പരിധി ഇങ്ങനെ ആയിരിക്കും. സങ്കടമോ വിഷമോ ദേഷ്യമോ വരുമ്പോ അങ്ങനെ ഒരു ഗുഹയ്ക്കകത്ത് കയറുന്നല്ലോ. പിന്നെ 3 ദിവസത്തേക്ക് തീറ്റ എടുക്കുകയില്ല, 2 ദിവസത്തേക്ക് കെട്ടിയോടുകൂടെ മിണ്ടുകയില്ല, സമയത്ത് വീട്ടിൽ കയറിയില്ല, മുഖത്ത് നോക്കിയില്ല. സത്യമല്ലേ? സത്യമല്ലേ? ഇങ്ങനെ സത്യം വിളിച്ചു പറയണം. ആണുങ്ങൾ നിരീക്ഷണം വെച്ചോണ്ട് നടക്കുന്നുള്ളൂ. അവർക്ക് അത്ര ഒക്കുള്ളൂ. കേവ് പോലെ ഒരു ഗുഹയ്ക്കകത്ത് കയറുന്ന പോലെ. അബ്രഹാം ഒരു മൗനിയാവുകയാണ്. അബ്രഹാം
പിതാവിന്റെ ഒരു മൗനം, പെയിൻഫുൾ സൈലൻസ് ആണ്, വേദനാപൂർവമായ മൗനമാണ്. ഈ സ്ത്രീക്ക് സങ്കടമോ സ്ട്രെസ്സോ ഒക്കെ വരുമ്പോ എങ്ങനെയാണെന്ന് അറിയാം, അവള് വേവ് പോലെയാ, തിരമാല പോലെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഈ നിങ്ങളിപ്പോ തിരമാല, ഇപ്പൊ പുഴയുണ്ടായതുകൊണ്ട് കടലൊന്നും പോകുന്നില്ല, ബീച്ചിൽ പോയാല് തിരമാല വരും, മെല്ലെ മെല്ലെ വരുമ്പോ നമ്മൾ പത്തിയോട് അങ്ങോട്ട് ഇറങ്ങും. ഇത്തിരി കഴിയുമ്പോൾ ഒരെണ്ണം വരും, അത് നമ്മുടെ മുട്ട് വരെ നനയും, നമ്മൾ തിരിഞ്ഞു കയറും, 10-20 ചൂട് വീട് കയറും. പിന്നെ 5 മിനിറ്റത്തേക്ക് വരത്തില്ല, നമ്മൾ വിചാരിക്കുന്നത് കഴിഞ്ഞു എന്നാണ്. നമ്മളപ്പോൾ 20 ചൂട് മുന്നിൽ ഇറങ്ങണം, കുറെ നേരത്തെ കുഴപ്പമില്ല. പിന്നെ വരണത് നമ്മുടെ അരക്കപ്പം നനച്ചു പോകും. പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു കയറും. പിന്നെ അപ്പോഴും നമ്മുടെ വിചാരിക്കുന്നത് കഴിഞ്ഞു എന്നാണ്, കഴിഞ്ഞിട്ടില്ല, പിന്നെയും വരും. പിന്നെ നമ്മൾ ഇറങ്ങും. വേവ് തിരമാലയുടെ പ്രത്യേകത ഇങ്ങനെ കയറിയും ഇറങ്ങി. സ്ത്രീയുടെ സങ്കടവും ടെൻഷനും സ്ട്രെസ്സും അത് പുരുഷൻ മനസ്സിലാക്കണം. അവൾക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരുമ്പോ അവളിങ്ങനെ തിരമാല പോലെ ഇതാ അടുക്കളയിലെ പാത്രത്തിന്റെ, സ്റ്റീൽ പാത്രത്തിന്റെ ചെവിട്, അലൂമിനിയം പാത്രത്തിന്റെ പുറം, ഫ്രിഡ്ജിന്റെ ഡോറ്, അടുക്കളയുടെ കഥകള്, പിള്ളേരുടെ മുതുക്, അല്ലേ, ഇങ്ങനെ എതിലെങ്കിലുമൊക്കെ കയറി ഇറങ്ങി അത് തീരും. അതുകൊണ്ട് ഈ മേൽപ്പാടത്ത് ഒരൊറ്റ സ്ത്രീകൾക്ക് കഷണ്ടിയില്ല. ഉണ്ടോ? ഇവിടെ ഈ അടുത്ത കാലത്ത് ഒരൊറ്റ സ്ത്രീ പോലും അറ്റാക്ക് വന്ന് മരിച്ചു കാണില്ല. ഉണ്ടോ വെച്ചാൽ ഇല്ല. കാരണം എന്താ, നമ്മളിതെല്ലാം ഔട്ട് പോർ ചെയ്തിട്ടുള്ളത്, നമ്മൾ പുറത്തിട്ടുള്ളത്. കുടുംബജീവിതത്തിലൊക്കെ വരുമ്പോൾ ആദ്യം ഡിസപ്പോയിന്റ്മെന്റ്, പിന്നെ ഡിപ്രഷൻ, പിന്നെ ഡിവോഴ്സ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അകത്ത് ഓരോ അഗ്നിപർവ്വതമാണ്. ഞാൻ ആരോട് ഇതൊക്കെ പറയും? എന്റെ ഈ പാനപാത്രം ഞാൻ ആരുടെ കൂടെ പങ്കുവയ്ക്കും? ശരിയല്ലേ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് തമ്മിൽ അറിയാം, പക്ഷെ അടുത്തിരിക്കുന്നയാളുടെ ചങ്ക് ഉരുകുന്നത് അറിയാൻ പറ്റുന്നുണ്ടോ? അകത്തേക്കുള്ള കരച്ചിലിന്റെ പേരാണ് നെടുവീർപ്പ്. ഒന്ന് നിശബ്ദമായാൽ അത് ഇവിടെ കേൾക്കാം. ഞാൻ ആരോട് ഇതൊക്കെ പറയുമെന്ന് ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. ആകെ ആശ്വാസം ചിലപ്പോ പള്ളി വരുന്നതാണ്, ഈ കുർബാന കാണുന്നതാണ്. ഞാൻ ആരോടിതെല്ലാം പറയും. ആ വരികള് മനോഹരമായിട്ട് നമുക്ക് കേൾക്കാം. ഞാൻ ആരോടിതെല്ലാം പറയും. പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സീതമേ മനമുടറുമ്പോൾ ഞാൻ കാണുന്നില്ല ആരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം. ആരോട് പറഞ്ഞാലാണ് മനസ്സിലാകുക? ആരാണ് നമ്മളെ മനസ്സിലാക്കുക? ആരാണ് നമ്മളെ വേണ്ടത് കേൾക്കുക? ഇതാ ഈ പ്രഭാതത്തിൽ സ്വന്തം ഭാര്യയോട് പറയാനൊക്കുന്നില്ല, കുഞ്ഞിനോട് പങ്കുവയ്ക്കാൻ ഒക്കത്തില്ല. ഇതുപോലുള്ള ഏകാന്തര പ്രിയപ്പെട്ട സുഹൃത്തെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ ആരോടിതെല്ലാം പറയും. പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ മനമുടറുമ്പോൾ ഞാൻ കാണുന്നില്ല ആരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം. ഒരുപാട് അപമാനമേറ്റ മനുഷ്യൻ അബ്രഹാം. കൂടെ നിന്നവരൊക്കെ തള്ളിയിട്ടുണ്ട്, എല്ലാം ഉള്ളിൽ ഒതുക്കി. മരണം പോലെ അപമാനം പെയ്ത മണിക്കൂറിൽ പ്രിയരെല്ലാം തള്ളി പറഞ്ഞു എന്നെ. മരണം പോലെ അപമാനം പെയ്ത മണിക്കൂറിൽ പ്രിയരെല്ലാം തള്ളി പറഞ്ഞു എന്നെ. കൊല്ലപ്പെടാനുള്ള കുഞ്ഞോടിനെ പോലെ പരിഹാസമേറ്റു നിന്നുപോയി ഞാൻ. ജീവിച്ചിരിപ്പുണ്ടോ എന്നു പോലുമൊന്ന് അന്വേഷിക്കാനായിട്ടാരുമില്ല. ചങ്കിലാണ് ഈ വരുമെന്ന് വീഴുന്നത്. പാതാളത്തോളം എവിടെ ആടുമ്പോഴും നാഥ അവരെല്ലാം ഉയരാൻ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന മാത്രമാശ്വാസം. ചില വേദനകളിൽ നമ്മളൊരു ഫോൺ കോൾ പ്രതീക്ഷിക്കും,
ഒരു കോള് പ്രതീക്ഷിക്കും. അയാളൊന്നും വിളിച്ചില്ലല്ലോ, അവളൊന്നും അന്വേഷിച്ചില്ലല്ലോ. അവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ എന്നു പോലും ഒന്ന് അന്വേഷിക്കാനായിട്ടാരുമില്ല. പാതാളത്തോളം ഞാൻ താഴുമ്പോഴും നാഥ അവരെല്ലാം ഉയരാൻ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന മാത്രമാശ്വാസം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വീട്ടിൽ നിൽക്കുകയാണ്. കണ്ണീര് പെയ്യുമ്പോ, പെരുമഴ പോലെ സങ്കടം ആർത്തലച്ചു കയറുമ്പോ, വിരുന്നുകൾ വിലാപമാകുന്ന പ്രഭാതത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അപ്പനും അമ്മയും മകനും നമ്മുടെ ജീവിതത്തെ ഓർമ്മിപ്പിക്കുക. ചങ്ങാതി, ഏത് വിരുന്നുകളുടെ മധ്യത്തിലും ഒരു വിതുമ്പലിന്റെ സാധ്യതയുണ്ട്. ഒന്നിലും സ്വയം മറക്കല്ലേ. ഞാൻ തികഞ്ഞവനാണെന്ന് പറയല്ലേ. എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറയല്ലേ. There is a garden, and in the middle of the garden there was a വിരുന്നിന്റെ മധ്യത്തിൽ അല്ലേ. സത്യത്തിൽ ഈ വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് പറയുക, കുഞ്ഞെ, അസ്വസ്ഥകളാകാൻ ഒരു രാത്രി വേണ്ട. വിരുന്നുകൾ വിതുമ്പലുകളാകാൻ ഒരു രാത്രി വേണ്ട. ജീവിതത്തിന്റെ നിശ്ചയങ്ങൾ ആകസ്മികതകളാകാൻ ഒരു രാത്രി വേണ്ട. നമ്മളിപ്പോ മല കയറി തുടങ്ങുകയാണ്. നിങ്ങൾ എഴുന്നേറ്റ് അങ്ങനെ എഴുന്നേക്കണം. മനസ്സുകൊണ്ട് എഴുന്നേറ്റ് നമ്മുടെ അബ്രഹാമിന്റെ കൂടെ ഇസ്ഹാക്കിന്റെ സന്തോഷം. എനിക്ക് നിങ്ങൾ പറയുന്ന സന്തോഷം. എഴുന്നേറ്റ് നമുക്ക് എഴുന്നേറ്റ് പോവാം. ആരുടെ കൂടെ മല പറയൂ. ഓഹോ, ഇതിപ്പോ കണ്ടിട്ട് സ്വർണ്ണനാരങ്ങളും മേടിച്ചെന്നിട്ട് കേട്ടാൻ തോന്നുകയാണ്. മല കയറാം. ആരുടെ കൂടെ? ഇതാ നേരം പുലർന്നിരിക്കുന്നു, യാമങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു, സൂര്യൻ കിഴക്കുതിച്ചിരിക്കുന്നു. അപ്പനും മകനും, രണ്ട് ബാല്യക്കാരും ഒരു കഴുതയും ഒരു ചുവട് വിറകം കൊണ്ട് മോറിയയുടെ ഉയരങ്ങളിലേക്ക് പോകുന്നു. കത്തിച്ചൊലിക്കുന്ന മീനസൂര്യൻ ഉയരങ്ങളിൽ മൗനിയായി നടക്കുന്ന ഒരു അപ്പൻ, പിറകെ അനുധാവനം ചെയ്യുന്ന ഒരു മകൻ. നമ്മുടെ രണ്ടാമത്തെ ചിന്ത, നേരം ഉച്ചയായിരിക്കുന്നു, പ്രതിസന്ധികൾ പദ്ധതികളായ മധ്യാഹ്നം. Afternoons that convert crisis to plans, അല്ലെങ്കിൽ crisis to projects. പ്രതിസന്ധികൾ പദ്ധതികളായ മധ്യാഹ്നം. മല കയറും തോറും, ഓരോ ചുവട് കഴിയും തോറും അപ്പന്റെ ഉള്ള് കത്തുകയാണ്, അപ്പന്റെ ഹൃദയം ഉരുകുകയാണ്. അധികാലത്ത് ഊർജ്ജമൊക്കെ മലകയറ്റത്തിന്റെ ക്ഷീണത്തിൽ അസ്തമിച്ചു പോയിരിക്കുന്നു. ഇപ്പോഴാണ്, സഹോദരി കേൾക്കും, ഇപ്പോഴാണ് ചോദ്യങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പാ തീയും ഉറങ്ങുണ്ട്. ചോദ്യങ്ങൾ പിന്നെയും. ഇതുവരെ മിണ്ടാതിരുന്ന ഇസഹാക്ക് ഇതാ പ്രതിസന്ധികളുടെ സൂര്യൻ തലയ്ക്ക് മീതെ കത്തിച്ചൊലിച്ചു നിൽക്കുമ്പോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? ഇസഹാക്ക് നേരം ചൊന്നു, തീയും വിറകും കൂടുണ്ട്, ആളില്ലാ പീഠവുമില്ല, എങ്ങനെ ബലിയർപ്പിച്ചിടും. അപ്പാ തീയും വിറകും നമ്മുടെ കയ്യിലുണ്ടല്ലോ, എങ്ങനെയാണ് ബലിയർപ്പിക്കുക? അപ്പൊ അപ്പ പറഞ്ഞൊരു മറുപടിയുണ്ട്. മകനെ, യഹോവ യഹോവ നോക്കിക്കോളൂ. രണ്ടും ഒന്നാ. ഞാൻ ബൈബിളിൽ ഭാഷ ചോദിച്ചിട്ടുള്ളതല്ലോ. ദൈവം പ്രതിസന്ധികളുടെ സൂര്യൻ തലയ്ക്ക് മീതെ കത്തിച്ചൊലിച്ചു നിൽക്കുമ്പോ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം നോക്കിക്കൊള്ളും. യഹോവ. നമ്മൾ വായിക്കുന്ന ഒരു വചനമുണ്ട്, ഇരുവരും ഒന്നിച്ചു നടന്നു. എന്താ? അയാളുടെ നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ അയാളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ആ വേദന അബ്രഹാമിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വചനം എഴുതി വച്ചിരിക്കുന്നു, both of them walking together, walk together. ഇരുവരും ഒന്നിച്ചു നടന്നു. അവിടെ ചോദ്യങ്ങളുണ്ട്. അപ്പാ
എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എന്താ മക്കളെ? W. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും, ദൈവമേ വൈ വൈ, അതിന്റെ ഉത്തരം എന്താണ്? ഏത് വൈക്കും ഒരു ഉത്തരം ഉണ്ടെന്ന് അറിയാം. ആ വാക്ക് തിരിച്ചെഴുതിക്കേ. വൈ വൈ എച്ച്. എങ്ങനെ വായിക്കുമെന്ന് അറിയാം? എങ്ങനെ വായിക്കുമെന്ന് നിങ്ങൾ പറയത്തില്ല, പക്ഷെ എങ്ങനെ വായിക്കേണ്ടതെന്ന് അറിയാം. പഴയ നിയമത്തിലെ യഹോവയ്ക്ക് ഇസ്രായേൽക്കാർ പേര് വിളിക്കത്തില്ല. അവർ അഡോണായി എന്നൊക്കെ പറയുന്നില്ല, യഹോവ എന്ന് പറയത്തില്ല. അത് എബ്രായ ഭാഷയിലെ ഒരു വാക്കുമല്ല, ധാതുക്കളാണ്. YHW, യാഹ്വേ, യാഹ്, അങ്ങനെയാണ് ഉച്ചാരണം. അതിന് വേറെ വായിക്കുന്ന പോലുള്ള വാക്കല്ല. YHW എന്ന് പറഞ്ഞാൽ ദൈവം എന്ന, യഹോവ, യാഹ്വേ എന്ന് പറഞ്ഞാൽ എന്റെ സ്നേഹമുള്ളവരെ, ഏത് നിമിഷങ്ങളിലും വൈ, ദൈവമേ എന്താ 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 എന്ന് ചോദിക്കുന്നതിന് ഒറ്റ ഉത്തരമാണ് ദൈവം. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എന്താ? എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇരിപ്പ് കണ്ടിട്ട് അധികം പിടി കിട്ടിയിട്ടില്ല. ഇതിൽ കൂടുതൽ ലളിതമായി പറയാൻ എനിക്ക് അറിയാനും കഴിയില്ല. YHW, ദൈവം. ഈ പ്രതിസന്ധികൾ അപ്പനും മകനും ഇനി ഒറ്റയ്ക്കാണ്. ബാല്യക്കാരില്ല, കഴുതയില്ല, അവര് രണ്ടുപേരും ഒറ്റയ്ക്ക്. അല്ലെങ്കിലും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒരു കഴുതയും കൂടെ കാണത്തില്ല. ജീവിതത്തിലെ വേദനകളിൽ ഒരു കഴുതയും കൂടെ കാണത്തില്ല. പറഞ്ഞേ, ഇത് നമ്മുടെ ജീവിതത്തിലല്ലേ? കർത്താവ്, എനിക്ക് പിടുത്തം കിട്ടുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ എന്താ എന്താ? ബൈബിളിലെ ആദ്യത്തെ അക്ഷരം എന്താ? ഉറക്കം പറ. ആ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? എടി അവൻ എന്ത് ചെയ്യേ? അവിടെ എവിടെ പോയി? അറിവില്ലായ്മയുടെ അക്ഷരമാണ് ഏത്? നിസ്സഹായതയാണ്. വായൊക്കെ തുറന്നിട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. നമുക്ക് പിടുത്തം കിട്ടുന്നില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. ബൈബിളിലെ അവസാനത്തെ വാക്ക് എന്താ? ഞാനൊരു കാര്യം പറയാം. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അബ്രഹാം വിറകെടുത്തു എന്നാണ്. ആ മലയുടെ വീട്ടിൽ ചെന്നപ്പോ വിറക് ആരുടെ തോളിലാണെന്നറിയാം? അപ്പനും അമ്മയും ഇരിപ്പുണ്ട്. അപ്പൻ എടുത്തതുകൊണ്ട് ആ മകൻ ഏറ്റെടുക്കും. നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിന്റെ കൊച്ചുകൾ ഏറ്റെടുക്കും. ഇതൊന്നും ഇല്ലാതെ പോന്നതാ. നീ സൈസിനെ ഇവിടെ വിളിക്കരുതോ എന്നാണ് മനുഷ്യനോട്. നീ എടുത്താൽ നിന്റെ തലമുറ, ഈ കൊട്ടിഘോഷങ്ങളും പളവളപ്പുകളും ഈ വലിയ ചിങ്കാരിമേളങ്ങളും ഒക്കെ വലിയ താമസമില്ലാതെ തീരും. ഒരു 10-15 വർഷം കഴിഞ്ഞുകൊണ്ട് ഈ പ്രായമുള്ളവരൊക്കെ ഈ കടന്നു പോകും. പിന്നെ നമ്മുടെ ചെറുപ്പക്കാരുണ്ട്, ഈ പള്ളിക്കകത്തൊക്കെ നിൽക്കാൻ എങ്ങും ആള് കാണില്ല. ഒരു വലിയ ശൂന്യത. പരിശുദ്ധ ആരാധനയെയും വചനത്തെയും ഗൗരവമായിട്ട് എടുക്കാത്ത. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അമ്മമാർ, നിങ്ങളുടെ കയ്യിൽ ഓരോ നിർത്തി കൊടുക്കണം ബൈബിൾ. അബ്രഹാം വിറകെടുത്തു, ഇസ്ഹാക്ക് ഏറ്റെടുത്തു. എടുക്കുന്നിടത്ത് ഏറ്റെടുപ്പുള്ളൂ. നിങ്ങളുടെ ഇപ്പൊ അത്രയും കേട്ടാ ഈ കുഞ്ഞുങ്ങളുടെ കയ്യിലില്ല. നിങ്ങളാണ് പ്രതികൾ. അതെ, അവസാനത്തെ വാക്ക് ആമേൻ. ബൈബിളിലെ അവസാനത്തെ വാക്ക് ഏതാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അങ്ങനെ നമ്മൾ ആമേൻ പറയുന്ന മുഴുവൻ എവിടാ? പള്ളിക്കല്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ജീവിതത്തോടാണ് ആമേൻ പറയുന്നത്. പെയ്യുന്ന വേദനയോട്, സങ്കടത്തോട്, കണ്ണീരിനോട് ആമേൻ. അങ്ങനെ തന്നെ കർത്താവെ പഠിപ്പിക്കും. അപ്പൊ ഈ ആദ്യത്തെ വാക്ക് എനിക്ക് എത്തുന്നില്ല, അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളോട് പറയുക ആമേൻ. നിന്റെ ഇത് എന്താണോ ഒരു ആമേൻ പറഞ്ഞു. പോരാ 40 പേര് വേണ്ടിയിട്ടില്ല. ഉറക്കെ പറഞ്ഞേ പോരാ. ഒന്നുകൂടെ പറഞ്ഞേ. മോശവത്സരൻ ശാസ്ത്രികൾ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ഒറ്റ മോൻ 10 വയസ്സിൽ പാമ്പ് കെട്ടിയേറ്റ് മരിച്ചു. പഴയ കാലമാണ്, വലിയ പാട്ടുകാരൻ. മകന്റെ മൃതശരീരം വെള്ളം പുതപ്പിച്ച് കിടത്തി വീട്ടിൽ നിന്ന് എടുക്കുമ്പോ ഈ അപ്പനൊരു ആമേൻ പറഞ്ഞു. പാടുന്നത് പാട്ടായിട്ടാണ്. ഏകമകന്റെ മൃതശരീരം പള്ളിയിലേക്ക് എടുക്കുമ്പോ അപ്പൻ പറഞ്ഞത് എങ്ങനെയാണ്? നിന്റെ ഹിതം. അതുവരെ പാട്ടുണ്ടായിട്ടില്ല, അന്നുണ്ടായ പാട്ടാണ്. അങ്ങനെ എഴുതിയ പാട്ടാണ്, ആ മനുഷ്യൻ എഴുതിയ പാട്ടാണ്. നിന്റെ ഹിതം പോലെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ നിത്യം നടത്തിയിടണമേ.
എന്താണ് മുന്നിൽ എന്നറിയില്ല. അന്ധകാര പഠിക്കേ ഭീതികളോ അപ്പനിൽ പ്രകാശങ്ങളോ അന്ധകാര ഭീതികളോ അപ്പനിൽ പ്രകാശങ്ങളോ എന്തോ നീ കൽപ്പിച്ചിടുന്നോ എല്ലാം ആശീർവാദം എന്തോ നീ കൽപ്പിച്ചിടുന്നോ എല്ലാം ആശീർവാദം നിന്റെ ഹിതം പോലെ നിത്യം വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വചനം. കണ്ടാലും ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ദീപിൽപ്പെട്ട മനുഷ്യനെ യോഹന്നാൻ വഴി പോലും ഇല്ലാത്തെന്താ പറയുന്നത്? ഞാൻ വചനം പറഞ്ഞു നിങ്ങൾ ഉറക്കെന്ന് പറഞ്ഞ ഇവിടെ വെറുതെ ഇരിക്കല്ലേ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഉറക്കെ പറ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, കണ്ടാലും ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, ആർക്കും അടച്ചുകൂടാ. ഉറക്കെ പറഞ്ഞു, ആർക്കും അടച്ചുകൂടാ, ആർക്കും അടച്ചുകൂടാ. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സ്വർഗത്തിനൊരു വാതിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നീ വിചാരിക്കുന്ന ആരും അത് അടക്കാൻ പറ്റത്തില്ല. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഡയറിയിൽ ഒരു പേജിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എനിക്കുള്ള 8 കൂട്ടം സൂക്കേടുകളും ഓരോന്നായി സുഖപ്പെടുത്താൻ എന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. 8 കൂട്ടം അസുഖം നമുക്കിപ്പോ ഒന്നുമില്ല, 1-2 ഡിസ്കളൊക്കെ ഇളകിയിട്ടുണ്ടെന്നുള്ളൂ. എനിക്കുള്ള 8 കൂട്ടം സൂക്കേടുകളും അത് എഴുതിയിട്ടുണ്ട്. ആ എഴുത്തുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ വരിയില് ഒരു അനുഭവം എഴുതിയിട്ടുണ്ട്. ഈ മനുഷ്യനൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുമ്പോ 4 അണ ആരുടെങ്കിലും ഇത് കടം മേടിക്കാൻ അന്നത്തെ കാലമാണ് ഇരിക്കും. വീടിന്റെ ഉമ്മറത്തിരിക്കുമ്പോ ഉച്ചയാണ്. തനിക്ക് പരിചിതനായ ഒരു മനുഷ്യൻ ദൂരേന്ന് വരുന്നുണ്ട്. വഴിയിലൂടെ വരിക, ശീലക്കുടയൊക്കെ പിടിച്ച് വെയിലാണ്. സാധു ആഹ്ലാദിച്ചു, 4 അണ കടം മേടിക്കാം. ഇത്ര ഇഷ്ടമുള്ള മനുഷ്യനാണ്, എന്നെ കാര്യമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ അടുത്ത് നടന്നു വരുന്നു. അടുത്ത് നടന്നു വരുമ്പോ വീടിന്റെ മുന്നിലെത്തിയപ്പോ സാധു മെല്ലെ എഴുന്നേറ്റു. ഒത്തിരി കടച്ചു നിൽക്കാം. പക്ഷെ വീടിന്റെ മുന്നിലെത്തിയപ്പോ ഈ മനുഷ്യൻ കൊട ഇങ്ങനെ പോകാറുണ്ടല്ലോ, ഇങ്ങനെ മറച്ച് ഇങ്ങനെ പോയി. തകർന്നു പോയ മനുഷ്യൻ വെട്ടുകല്ല് ഭാഗിയ ചുവരിൽ ചായയിടുന്നു. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്ന് ഉറക്കെ പാടി. പണ്ടെന്നോ പാടി പാട്ടല്ല, ആരും സഹായമില്ലാതെ പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമില്ലാതെ പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞത് ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞത് ഉല്ലാസമേ. എന്റെ ദൈവം സ്വർഗ്ഗസിംഹാസനം തന്നിലെന്നെ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആ പാട്ടുണ്ടാകുന്നത് എങ്ങനെയാണ്? സാധുവിന്റെ ഡയറി മനോഹരമാണ്. സാധുവിന്റെ
ജീവിതത്തിലേക്ക് പിന്നെയും പിന്നെയും പോകുമ്പോൾ അത് മനോഹരമാണ്. ഇനി ആത്മീയാത്ര ചാനലുള്ള കാലത്ത് അവർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം സ്ക്രിപ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. പഴയ പാട്ടുകളുടെ പിറവിയിലേക്ക് പുറകെ ഈ ജീവിതത്തിന്റെ പുറകെ ഞാൻ അലഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഈ സാധുവിനോട് ഒരു മനുഷ്യൻ ചോദിച്ചു, കൊച്ചു വീടല്ലേ, ഒന്ന് പുതുക്കണത് കെട്ടി മേണ്ടേ? കൂടാരവാസി മറുപടി അതായിരുന്നു, ഈ വീടൊന്ന് കെട്ടി മേണ്ടേ എന്ന് ചോദിച്ചപ്പോ സാധുവിന്റെ മറുപടി അതായിരുന്നു. എന്താ? ചില പാട്ടുകൾ ജീവനോളം പ്രിയപ്പെട്ടതാണ്. സാധുവിന്റെ പാട്ടുകളിലെല്ലാം ഈ അനുഭവങ്ങൾ ചാലിച്ചിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കാലം കഴിഞ്ഞിട്ടും ആ പാട്ടുകൾ പാടണമെന്ന് ഒത്തിരി, പക്ഷേ വിഷയം സമയമില്ല. അല്ലെങ്കിൽ നമുക്ക് മണിക്കൂറുകൾ പാടി നിൽക്കാനുള്ള വഴികളുണ്ട്, വരികളുണ്ട്, ജീവിതമുണ്ട്, അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശൂന്യതയിലൊക്കെ അദ്ദേഹം ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തിനായി കൊണ്ടു സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. പ്രിയപ്പെട്ടവരെ, ദൈവം നോക്കിക്കൊള്ളും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നാണ് വിശേഷം? നിങ്ങളോടാണ് ചോദിച്ചത്, എന്നാണ് വിശേഷം? ഗാഡി കൈകൊടുത്ത് കുഴപ്പമില്ല. നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങി ബംഗാളി എന്ന് പറയുന്നത് അവനോട് കൈസനെ പറയും, നമ്മളുടെ സാഹിത്യത്തെ കണ്ടിട്ട് ഒരു തമിഴിനെ കണ്ടിട്ട് എപ്പോഴും വേറെ റബ്ബ് പ്രമാദം നിനക്ക് നല്ലതായിട്ട് റബ്ബയും എന്ന് പറയും. ഒരു അറബിയെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ, ദൈവാധീനത്താൽ സുഖമായിരിക്കുന്നു. മേൽപ്പാടത്ത് വന്ന മനോഹരമായ പള്ളിക്ക് വന്നിരിക്കുന്നവരുടെ എന്നാണ് വിശേഷം? കുഴപ്പമില്ല, എല്ലാം നന്മയ്ക്കായി. ബൈബിളിൽ ഒരു വാക്കല്ലേ, അനേത്തും നന്മക്കാക. തമിഴിൽ പറയും അനേത്തും നന്മക്കാക, എല്ലാം നന്മയ്ക്കായി. ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ, വേദനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പറയണം, യഹോവ കൊശിത്തലയ്ക്കെന്ന് പറയുന്നൊരു അധ്യാപകനുണ്ട്, ഓർക്കുമ്പോൾ പറയും. മാവേലിക്കര ബിഷപ്പ് ഉള്ളതിലെ അധ്യാപകൻ. നാലാമണ്ടിലൊക്കെ അദ്ദേഹം പാട്ടുകൾ എഴുതിച്ചു. ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെതായിട്ട്. ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ പെൻഷനൊക്കെയായി സാറ് പ്രായമായി. അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ പെട്ടെന്നൊരു കാർഡിയാക് പെയിൻ വന്ന് വേദനിച്ച് ആരുമില്ല സഹായത്തിന്. ഈ സ്ത്രീയെ വാരി എങ്ങനെയോ ചേർത്ത് പിടിച്ച് കാറിനകത്താക്കി വണ്ടി വിട്ടിട്ട് ആശുപത്രിയിൽ എത്തിച്ചു. ആ കാർഡിയാക് ഐസിയുടെ വാതിൽ തുറന്നടഞ്ഞു. ദ്രുതഗതിയിൽ ആ ചലനം നിൽക്കാറായ ശരീരം അകത്തേക്ക് പോയി. സാർ വളരെ വേദനപ്പെട്ട് ആശുപത്രിയുടെ കോറിഡോറിൽ ഇരിക്കും. ആരും സഹായത്തിനില്ലാത്തൊരു രാത്രി. ഡോക്ടർ പറഞ്ഞു, ഒന്നും പറയാറായിട്ടില്ല. വല്ലാത്തൊരു വേദന. ഇടയ്ക്കിടയ്ക്ക് ഈ തണുത്ത ICUവിന്റെ മുൻപിലായ ഇടനാഴിയിൽ ആ പാദരാത്രിയിൽ ഓരോ തവണ വാതിൽ തുറന്നടയുമ്പോഴും പ്രതീക്ഷയോടെ കോശിസാർ നോക്കുമ്പോ ഒന്നും പറയാറായിട്ടില്ല. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കാൻ പോണ ഏറ്റവും ദുഃഖമുള്ള വാക്കാണ് ഒന്നും പറയാറായിട്ടില്ല.
സാറോ ജീവനോ മരണമോ തന്റെ ഭാര്യയ്ക്ക്. പുറത്തേക്ക് വരുന്ന ശരീരം ചേതനയേറ്റതാകാം. മരണത്തോട് മല്ലിടുന്നൊരു ഭാര്യ അകത്തുണ്ട്. തകർന്നു പോയൊരു വൃദ്ധൻ, പ്രായമുള്ള മനുഷ്യനാണ്. ഐസിയുവിന്റെ മുന്നിലെ കസേരയിൽ ഏകമായ ആരുമില്ലാത്ത രാത്രിയിൽ അവിടെ ഇരിക്കുമ്പോൾ അകത്തുനിന്ന് കേൾക്കുന്ന ബീപ് ബീപ് ചെറിയ ശബ്ദം മാത്രം സാക്ഷിയാക്കി ആ ടെമ്പോ എന്ന് വേണമെങ്കിൽ പറയാം. പോക്കറ്റിൽ കിടന്നൊരു കടലാസിൽ അദ്ദേഹം കുറിച്ചു വെച്ചു. ദൈവം കൊടുത്ത പ്രകാശത്തിൽ ആ കുറിച്ചു വെച്ച വരികൾ പിറ്റേ വർഷം മരമണ്ണിൽ പാട്ടായി മാറും. വേദനയുടെ രാത്രി, ജീവനോ മരണമോ ഏതാണ് നിശ്ചയമില്ല എന്ന് സന്ദേഹിക്കുന്ന ആകസ്മികതയുടെ രാത്രിയിൽ, കണ്ണീരുണങ്ങാത്ത രാത്രിയിൽ, വേദനയുടെ എതിർച്ചാൽ ഇറ്റിറ്റു വീണ രാത്രിയിൽ, ആശുപത്രിയുടെ വിജനമായ വരാന്തയിൽ അദ്ദേഹം എഴുതിയത്, അവിടെ വെച്ച് എഴുതിയതാണ്: നന്മയല്ലാതും ചെയ്തിടാത്തവൻ, തിന്മയായി മായ്ക്കുന്നവൻ, പാപമെല്ലാം പൊറുക്കുന്നവൻ, പുതുജീവനെ പകരുന്നവൻ. ഈ പാട്ട് കേട്ടിട്ടുള്ളതാണ്. മനോഹരമായിട്ട് നമ്മുടെ പോയി പാടും. കേൾക്കാം. ഒരു വിളിച്ചു പാടട്ടെ. അറിയാത്തവരോട് കൂടെ പാടിക്കേ. എന്തിനാണ് പ്രിയപ്പെട്ടവരെ 3 ദിവസത്തെ വഴി? 72 മണിക്കൂർ ഈ പ്രതിസന്ധി എന്തിനാ? ഒരു അര ദിവസത്തെ വഴി പോകുന്ന മല കാണിച്ചു കൊടുത്ത പോലെ എന്തിനാണ് ഈ 3 ദിവസം? നമ്മളും ചിലപ്പോൾ ഇത്രയും എന്തിനാ സഹനം, ഇത്രയും എന്തിനാ വേദന, നീണ്ടു നിൽക്കണേ? 2 ഉത്തരവാ. 1, പുത്രസ്നേഹം ദൈവസ്നേഹത്തെ മറികടക്കുമോ? എത്ര പേർക്ക് മനസ്സിലായി? ഈ പോകുന്ന വഴിയിൽ എപ്പോഴെങ്കിലും എന്റെ മോനോടുള്ള സ്നേഹം കാരണം ഞാൻ കൊച്ചിനെ കൊണ്ട് തിരിച്ച് പോരുമോ? പുത്രസ്നേഹം ദൈവസ്നേഹത്തെ മറികടക്കുമോ? അതൊരു പരീക്ഷണമാണ്. 72 hours of temptation. 2, പ്രതിസന്ധികളോട് പരുവപ്പെടാനുള്ള ദൂരമാണ്. ദൈവം എല്ലാവർക്കും ഇങ്ങനെ ഓട്ടോ മെക്കാനിസത്തിന്റെ ടൈം തരും. ചിലപ്പോൾ നമ്മൾ പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ജീവിച്ചിരിക്കത്തില്ല, ഞാൻ അവസാനിപ്പിക്കും, മരിക്കും, എനിക്ക് പറ്റത്തില്ല, പറയുന്നില്ല. ആ പറഞ്ഞവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു കുറെ കഴിഞ്ഞ് ഒരു 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ദൈവം ഒരു ബലം തന്നു? ഇതൊരു ഡിസ്റ്റൻസ് ആണ്, ഒരു ഓട്ടോ മെക്കാനിക്കൽ ഡിസ്റ്റൻസ് ആണ്. എല്ലാ മനുഷ്യരും ഏത് സഹനത്തെയും സർവൈവ് ചെയ്യാനുള്ള ഒരു ദൂരം. ഞാൻ പറയും, ആ 72 മണിക്കൂർ നിന്റെ ജീവിതത്തിലോ എന്റെ ജീവിതത്തിലോ ദൈവം നിലനിർത്തില്ല. കൊടിയ വേദനയുടെ കടന്നു പോയവരാണോ? എന്തിനായത്? മാക്സിമസ് എന്ന് പറയുന്നൊരു പിതാവുണ്ട്.
അദ്ദേഹത്തോട് ഒരു ഭക്തൻ ചോദിച്ചു, പിതാവ് എന്തിനാണ് ഈ സുദീർഘ പ്രാർത്ഥനകൾ? ഇതിന് ഒത്തിരി പ്രാർത്ഥിക്കുന്നത്, ഇത് നീളമുള്ള പ്രാർത്ഥന ഇല്ല. ഉത്തരം പറഞ്ഞത് എങ്ങനെയാണ്? ഇറ്റ് ടേക്ക് ടൈം ടു ബേക്ക് ബ്രെഡ്. ഒരു ബ്രെഡ് പൊരിഞ്ഞു വരാൻ സമയമുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഈ എല്ലാം പെട്ടെന്ന് സംഭവിക്കണമെന്ന് ശാഠ്യപ്പെടിക്കരുത്. എന്റെ വേദന പെട്ടെന്ന് മാറണം, എന്റെ രോഗം പെട്ടെന്ന് മാറണം, ആഗ്രഹമുണ്ട്. ഈ ലോകത്ത് സൗന്ദര്യമുള്ള എന്തിനേയും നോക്കുക, അതിന്റെ പിന്നിലെല്ലാം ഒരു അവധാനത, സാവധാനമുണ്ട്. ഒരു പൂവിനെ നോക്കുക, ഒരു സ്ലോനസ് ഇല്ലേ വിരിയുന്നതിന്റെ പിന്നിൽ. ഒരു ശലഭത്തെ നോക്കുക, മുട്ട, പുഴു, പ്യൂപ്പ ഒക്കെ ആയി. താജ്മഹൽ പണി 22 വർഷം എടുത്തു, പിയാത്ത 2 വർഷം എടുത്തു, വിക്ടർ ഹ്യൂഗോ പാവങ്ങൾ എഴുതാൻ 12 വർഷം എടുത്തു. ലോകത്ത് സ്വാധീനിച്ചിട്ടുള്ള എല്ലാം പെട്ടെന്നുണ്ടായതല്ല, എല്ലാം ഒരു കാലം കൊണ്ടുണ്ടായതാണ്. ദൈവം എല്ലാവർക്കും തരും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സ്വച്ഛ ജലാശയത്തിലെ മൂകതയല്ല, തിരമാലകൾക്ക് നടുവിൽ കാത്തിരിപ്പ. Christianity is not measured by actions but reactions. നിങ്ങളത് മനസ്സിൽ കുറിക്കണം. Christianity is not measured by actions. ഇതൊക്കെ ആക്ഷനാണ്. നമ്മുടെ ഈ പ്രസംഗവും പാട്ടും നമ്മുടെ ജീവിതവും നാളത്തെ പള്ളിവരവും എല്ലാം ആക്ഷൻ, കർമ്മങ്ങളാണ്. ക്രിസ്തീയ ജീവിതത്തിന് മാർക്ക് കിട്ടാൻ പോകണ അതല്ല, റിയാക്ഷൻ. ഒരു വേദന വരുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ അതിനോട് നമ്മൾ രോഗം വരുമ്പോ, കണ്ണീര് വരുമ്പോ. അതുകൊണ്ടാ പറയാം, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ആക്ഷൻസ് ബട്ട് ഇറ്റ് മെഷേർഡ് ബൈ റിയാക്ഷൻസ്. ആക്ഷൻസിലൊക്കെ നമുക്ക് 100-90 കിട്ടും. ഉലകം ചുറ്റുള്ള പരിപാടിയൊക്കെ നമുക്കുണ്ട്. പക്ഷെ ജീവിതത്തിന്റെ കണ്ണീരിനോട് അനേത്വം നന്മക്കാക, എല്ലാം നന്മയ്ക്കായി ദൈവം കരുതിക്കൊള്ളുമെന്ന് പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ആ വീട്ടില്, ആ മലകയറ്റത്തിൽ നമ്മളിപ്പോ നടക്കുകയാണല്ലോ, 3 കൃപയാണ്. 1 അനുസരണം, 2 അനുകരണം, 3 അനുഗമനം. കേട്ടെ, 1 പറ, അപ്പനെ അനുസരിക്കുന്ന ഒരു മകൻ. 2 അനുകരണം, അപ്പന്റെ വിശ്വാസത്തെ അനുകരിക്കുക, അപ്പനെ അനുകരിക്കാൻ പോകുന്നു. അതുകൊണ്ടാ അബ്രഹാം, ഇസ്ഹാക്ക് നമ്മളും അനുകരിക്കുക. 3 അനുഗമനം, അപ്പന്റെ വഴിയെ ഒബീഡിയൻസ്. അനുഗമനം, അനുസരണം, അനുകരണം. ഒബീഡിയൻസ് വിത്ത് പ്രയർ, പ്രാർത്ഥനയോടനുസരിച്ചു കുഞ്ഞ്. ഒബീഡിയൻസ് വിത്ത് പെയിൻ, വേദനയോടനുസരിച്ചു. ഒബീഡിയൻസ് വിത്ത് പേഷ്യൻസ്, എന്താ? ക്ഷമയോടനുസരിച്ചു. ചില സമയത്ത് ദൈവം എങ്ങനെയാ? Sometimes God put us into dark to prove that He is light. ചില സമയത്ത് ദൈവം നമ്മളെ ഇരുട്ടിൽ തള്ളിയിടും. എന്തിനാണെന്നറിയാമോ? അവിടുന്ന് വെളിച്ചമാണെന്ന് തെളിയിക്കാൻ വേണ്ടി. അത് ഓർത്തെ. ചില സമയത്ത് ദൈവം നമ്മളെ ഇരുട്ടത്ത് തള്ളിയിടും. എന്തിനാ? ദൈവം വെളിച്ചമാണെന്ന് തെളിയിക്കാൻ വേണ്ടി. നിശ്ചയമായും നമുക്ക് പാടാൻ പറ്റും. ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മധ്യാഹ്നമാണ്. പക്ഷെ ഓരോ പ്രതിസന്ധിയും കഷ്ടനഷ്ടം ഭാഗ്യവാനായി തീരുന്നു ഞാൻ. ചുമ്മാ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. 27-ാം സങ്കീർത്തനം 1-ാം വചനം, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും. മനോഹരമായ, നമുക്ക് പരിചയമുള്ളൊരു ഭാഗം ബൈബിൾ എടുത്ത് വായിച്ചേ. യഹോവ എന്റെ രക്ഷയും എന്റെ വെളിച്ചവും, ഞാൻ ആശ്രയിക്കുന്നു. എന്റെ ജീവന്റെ ബലം, എന്റെ ജീവന്റെ ബലം. അതുകൊണ്ട് എൻ മനമേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങിടുന്നതെന്ത്? ദൈവത്തെ
4-5 തവണ ആവർത്തിക്കുന്ന ഒരു വചനമാണ്. എൻ മനമേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങിടുന്നതെന്ത്? ദൈവത്തിൽ നിന്റെ പ്രത്യാശ വയ്ക്ക, അവൻ നിന്നെ പുലർത്തും. നമ്മളിപ്പം പള്ളിയുടെ മധ്യാഹ്നമാണ്. ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ബാക്കി കയറാം. പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി പണം. അതുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടിട്ട് ബാക്കി മല കയറാം. ഇറങ്ങി പോരല്ലേ, അവിടെ നിൽക്കണേ. പ്രതിസന്ധികൾ പദ്ധതികളായ മധ്യാഹ്നം നാം ഇപ്പോൾ ആ പർവ്വതത്തിന്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സൗഖ്യമാക്കുന്ന ദൈവത്തെയാണ് നമുക്ക് പരിചയമുള്ളത്. നാം പ്രാർത്ഥിക്കുന്നതും അതാണ്. എന്നാൽ രോഗിയാക്കുന്ന ദൈവത്തെ ഈ യോഗ്യനറിയാം. കാഴ്ച തരുന്ന ദൈവത്തെ നമുക്കറിയാം. എന്നാൽ അന്ധനാക്കുന്ന ദൈവത്തെ പൗലോസ് അപ്പോസ്തലൻ അറിയാം. 3 ദിവസം അന്ധനായില്ലേ. നടത്തുന്ന ദൈവത്തെ നമുക്കറിയാം. എന്നാൽ മുടന്തനാക്കുന്ന ദൈവത്തെ യാക്കോബിനറിയാം. അവർ ദൈവത്തെ രുചിച്ചത് അങ്ങനെയാണ്. മക്കളെ തരുന്ന ദൈവത്തെ നമുക്കറിയാം. മക്കളെ തരാത്ത ദൈവത്തെ ഹന്നായിക്ക് അറിയാം. വഴികൾ തുറക്കുന്ന ദൈവത്തെ നമുക്കറിയാം. വഴികൾ അടയുമ്പോൾ വാതിൽ തുറക്കുന്ന ദൈവത്തെ യോഹന്നാൻ അറിയാം. കണ്ടാലും ഞാൻ എന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആശ അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആശയം ആരംഭിക്കും. മനുഷ്യന്റെ ആശ അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആശയം, ഞാൻ പറഞ്ഞതല്ല, സൗഖ്യമാക്കുന്ന ദൈവത്തെ. ചില വേദനകളിൽ കൂടെ നമുക്ക് ഈ പുസ്തകം എന്തിനാ നമ്മുടെ കയ്യിലിരിക്കുന്നത്? വായിക്കാൻ മാത്രമല്ല, ഇതൊരു ടോണിക്കാണ്, ഇതൊരു മരുന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഏത് വേദനയും ഇതിലോട്ട് നോക്കിയാൽ മതി, ആ വേദന പറയും. എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കുള്ള വേദന, നമ്മൾ ഈ മേൽപ്പാടം വിട്ട് പോണ്ടി വന്നിരിക്കട്ടെ, കണം കയറിയിട്ട് പോവാതിരിക്കട്ടെ, എന്തെങ്കിലും ഒരു ഭാരം വന്നിട്ട് ഈ നാട് വിട്ട് പോണ്ടി വന്നാൽ ഓർക്കണം എന്നറിയാം. എന്നെ നാടു കടത്തട്ടെ, എന്നെ നാടു കടത്തട്ടെ, തുണയ്ക്കു കർത്താവുണ്ടെന്ന്. അത് പാടിയെന്നറിയാം. പേറ്റുവായിൽ നിന്ന് നാട് കടത്തപ്പെട്ടവനാ കർത്താവ്. നാട് കടത്തലുകൾ ശീലമാക്കപ്പെട്ടവനാ. അതുകൊണ്ട് മേൽപ്പാടത്ത് 10 ദിവസം മാറി താമസിക്കേണ്ടി വന്നാൽ ഓർക്കണം, അത് നോക്കിയാൽ മതി. അത്രയും പോയിട്ടില്ല നമ്മള്. എന്നെ നാടു കടത്തട്ടെ, തുണയ്ക്കു കർത്താവുണ്ടെന്ന്. വാളാലെന്നെ കീറട്ടെ, എനിക്കു താങ്ങുണ്ടേശായ. ഇനി ആ കരകിനോട് നിൽക്കുമ്പോ വെള്ളത്തിൽ കാല് തെറിയുണ്ടെന്നിരിക്കട്ടെ, അവിടെ കിടന്ന് പാട്ടുന്നത് എന്താ? ആഴിയിലേക്കെറിയട്ടെന്നെ, യോനാനിധിയുണ്ടെൻ മുന്നിൽ. ആഴിയിലേക്കെറിയട്ടെന്നെ, യോനാനിധിയുണ്ടെൻ മുന്നിൽ. സിംഹക്കുഴിയിൽ തള്ളട്ടെ, ദാനിയേൽ ആശ്വാസം. ആ മെമ്പറായിട്ട് പാടിപ്പോയല്ലോ തന്നെ. അതിന് പറയുന്ന വാക്ക് CPA എന്നാണ്, സൈക്കോളജി, കമ്പാരിറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ്. നമുക്കൊരു വേദന വരുമ്പോ അതിന് വേദനയുള്ളവരിലേക്ക് നോക്കാം. നമ്മുടെ വേദന കൂടെ കുറയും. നിങ്ങളുടെ വീട്ടിൽ രാത്രി 9:30 കറണ്ട് പോയി എന്നിരിക്കട്ടെ. നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇറങ്ങൻ കൊച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങി
അതിനെ തലയിട്ടിട്ട് അപ്പുറത്ത് നോക്കിയിട്ട് പപ്പാ മൊത്തത്തിൽ പോയതാണ്. നമുക്ക് ആശ്വാസമായോ സങ്കടമായോ? സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. പറ, എന്തുകൊണ്ട്? എല്ലാവർക്കും പോയല്ലോ. ഇനിയിപ്പോ ഒന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് മാത്രമേ പോയുള്ളെങ്കിലോ? മാനാറ് സബ്സ്റ്റേഷന്റെ നമ്പർ അറിയത്തില്ല, മൂലമറ്റത്തെ നമ്പർ എടുത്ത് വിളിക്കും അല്ലേ? മൊത്തത്തിൽ പോയതാണെങ്കിൽ ഒരു കുഴപ്പവും. നമുക്കൊരു വേദന വരുമ്പോ നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ കഥകൾ കേട്ടിരിക്കുക എന്നുള്ളതാണ് സങ്കടത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള ഒരു മാർഗം. തീച്ചൂളയിലേക്ക് എറിയിട്ടെ ആ പൈതങ്ങളെ, ആ പൈതങ്ങളെ ഞാൻ ഓർക്കും. വാളാൻ തല വീഴട്ടെ സ്നാപകയോഹന്നാൻ മുന്നിൽ. ഇതാണ് ബൈബിളിൽ നമുക്ക് തന്നേക്കുന്നത്. വേദന വരുമ്പോ അതിൽ വേദനയുള്ള കഥയില്ല ഇതിനകത്തുണ്ട്. അതിലേക്ക് നോക്കിയിട്ട് ബലം കിട്ടണം. അതൊന്നും ഒരു നമ്മളെ അവസാന വാക്ക് പറഞ്ഞതല്ല, എല്ലാ വേദനയോടും ഒരിക്കലും പറഞ്ഞേ ആമേൻ അല്ലേ? അപ്പൊ മല കയറാം. ഇനിയിപ്പോ കഴുതയില്ല, ബാല്യക്കാരില്ല, അപ്പനും മോനും മാത്രം. ഇതാ മോറിയ പർവ്വതത്തിന്റെ മുകളിലെത്തിയിരിക്കും. നേരം സായാഹ്നമായിരിക്കും. പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ സായാഹ്ന സൂര്യന്റെ കിരണങ്ങൾ ചെങ്കതർ വീശിയ സായാഹ്നം. വിഷാദമായ മോറിയ മലയ്ക്ക് മുകളിൽ ഒരപ്പൻ വല്ലാത്തൊരു ഏകാന്തതയുടെ പർണകുടീരത്തിൽ അമരുന്ന യാമം. മകൻ ഇസഹാക്ക് ഇനിയും ആടിനെ കണ്ടെത്താത്തതിന്റെ സങ്കടത്തിലും ആശങ്കയിലും പരതി നോക്കുന്ന സായാഹ്നം. അപ്പൻ ഓരോ വിറകായി എടുത്ത് ബലിപീഠം അടക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ കൊച്ചിനെ നോക്കാതെ അവിടെ നോക്കിക്കേ. അപ്പൻ ഓരോ വിറകായി ബലിപീഠം അടക്കിക്കൊണ്ടിരിക്കുന്നു. ശോകം മുറ്റിയ ഒരു അന്തരീക്ഷം. ബലിപീഠം ഒരുക്കി കഴിയുമ്പോഴേക്കും അബ്രഹാമിന്റെ കവളുകളിൽ കൂടെ, കണ്ണിൽ കൂടെ ഇങ്ങനെ കണ്ണുനീർ ചാലുകൾ രൂപപ്പെടുന്നുണ്ട്. അബ്രഹാം ഇടയ്ക്ക് ചിന്തിക്കുന്നത്, ഞാൻ പകരം പോവോ? എനിക്ക് പറ്റുമോ ഈ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ? അബ്രഹാം സ്വയം പറയാണ്, എനിക്ക് പറ്റുമോ? അപ്പൊ അബ്രഹാം സ്വയം പറയുന്ന കാര്യം പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. ഉളവാകരുതേ പ്രതിബന്ധം എന്തൊക്കെ വന്നാലും ഞാൻ തീർത്തോരേ പീഠത്തിൽ ഇസഹാക്കേറ്റം ദയനീയം കീഴാലും ഞാൻ ബലി നൽകും. എന്റെ കുഞ്ഞ് കരഞ്ഞാലും എന്റെ കുഞ്ഞ് കുതറിയാലും എന്റെ മകൻ എന്തൊക്കെ പരാക്രമം കാണിച്ചാലും ഇസഹാക്കേറ്റം ദയനീയം കീഴാലും ഞാൻ ബലി നൽകും. കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു ശബ്ദം. അബ്രഹാമേ, അബ്രഹാമേ, 22:11. കരുണാവാതിലിന്റെ താക്കോൽ കണ്ണുനീർ തോളിയ ചങ്കത്ത് കുറിച്ച് കരുണാവാതിലിന്റെ താക്കോൽ കണ്ണുനീർ തോളിയ. ഞാനൊരു മർമ്മം പറയാണ്. മല കയറുന്നതിന് മുമ്പ് ബിഫോർ 72 hours വീട്ടിൽ വെച്ച് 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചത് ഒറ്റ തവണയാണ്. അബ്രഹാമേ, ബൈബിൾ നോക്കിക്കോ, അബ്രഹാമേ. അപ്പോ അബ്രഹാം പറഞ്ഞു ഹിനേനി. ഹിനേനി, ഹിനേനി എന്ന് പറഞ്ഞാൽ ഹിയർ ഐ ആം, ഞാനിവിടെ. എന്നാൽ 11-ാം വാക്യത്തിൽ ആഫ്റ്റർ 72 hours അബ്രഹാമിനെ ദൈവം വിളിച്ചത് അബ്രഹാമേ, അബ്രഹാമേ. എത്ര തവണയാ? ദിഗന്ധങ്ങൾ പൊട്ടുമാറ് മോറിയ മലയുടെ ഉയരങ്ങളിൽ ശബ്ദം മുഴങ്ങി അബ്രഹാമേ. എത്ര തവണയാ? അവിടെയും അബ്രഹാം പറഞ്ഞു ഹിനനി, ഹിനനി, ഹിയർ ഐ ആം. എന്താ അർത്ഥം? 1-ാം വാക്യം കണ്ണുനീരിലേക്കുള്ള വിളിയാണ്, എന്റെ കുഞ്ഞിനെ ബലി കൊടുക്കണം. 11-ാം വാക്യം ബാലന്റെ മേൽ കരുതലിലേക്കുള്ള വിളിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരാളെ കണ്ണുനീരിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരാളെ കണ്ണുനീരിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി കൃപയിൽ കരുതലിലേക്ക് വിളിക്കുന്നൊരു നേരമുണ്ട്.
മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഇടയിലുള്ള ദൂരത്തിന്റെ പേരാണ് 72 മണിക്കൂർ. ഇപ്പോൾ താങ്കൾ കടന്നു പോകുന്ന രോഗത്തിന്റെ ദൂരത്തിന്റെ പേരാണ് 72 മണിക്കൂർ. അത് ഘടികാരത്തിന്റെ സൂചിയല്ല, കലണ്ടറിന്റെ തീയതിയല്ല, കാൽക്കുലേറ്ററിലെ അക്കങ്ങളല്ല. അബ്രഹാമേ, ഈ പേര് വിളിച്ചപ്പോ അബ്രഹാമിന്റെ പ്രതികരണം എന്തായിരുന്നു? ഹിറായ. പേര് വിളിക്കുമ്പോ നമ്മളെങ്ങനെയായിരിക്കും? ഹിറായ പറയൂ. കണ്ണുനീരിലേക്ക് വിളിച്ചാലും കരുതലിലേക്ക് വിളിച്ചാലും. പണ്ട് ജെയിംസ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു മിഷണറി ഉണ്ട്. അത് പണ്ടാണ്. അപ്പൊ ഈ പേരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ ആ മനുഷ്യൻ ഇങ്ങനെ അന്ന് ദാരിദ്ര്യത്തിന്റെ കാലത്ത് യൂറോപ്പിൽ, ഇംഗ്ലണ്ടിൽ നടന്ന സംഭവമാണ്. ഒരു സൺഡേ സ്കൂളിൽ വന്നപ്പോ അവിടെ പോയപ്പോ അദ്ദേഹം സ്ഥാപിച്ചൊരു സൺഡേ സ്കൂളാണ്. അതുവഴി ഒരു കീറിപ്പറഞ്ഞ തുണിയുമായ ഒരു കൊച്ചു പെൺകുട്ടി ഒരു വഴിയരികിൽ നിൽക്കുന്നു. അവളെ കണ്ടപ്പോ ജെയിംസ് ബ്ലാക്ക് അവളെ വിളിച്ചു തന്റെ കൂടെ കൊണ്ടുപോയി പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു, പുതിയ ഭക്ഷണം വാങ്ങിക്കൊടുത്തു, അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു. അവൾ സന്തോഷവതിയായി. അവളെ ജെയിംസ് ബ്ലാക്ക് തന്റെ സൺഡേ സ്കൂളിലേക്ക് ക്ഷണിച്ചു. സൺഡേ സ്കൂളിൽ ഇരുത്തി. അവൾ മിടുക്കിയായി പഠിച്ചു. 7-8 വയസ്സ്. ജെയിംസ് ബ്ലാക്ക് ഇടയ്ക്കിടയ്ക്ക് താൻ പല സ്ഥലങ്ങളിൽ പോകുന്ന കൂട്ടത്തിൽ തന്റെ സൺഡേ സ്കൂളിൽ പോകും. ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ ഈ മിടുക്കിയായി മോളെ കാണാറുണ്ട്. സുന്ദരിയായി, നല്ല വസ്ത്രങ്ങൾ എഴുതിയ പെൺകുട്ടി. ഇത് 18ാം നൂറ്റാണ്ടിന്റെ കാര്യമാണ്. ആണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് തോന്നുന്നത്. പിന്നീട് ഒരിക്കൽ ആ സൺഡേ സ്കൂളിൽ ജെയിംസ് ബ്ലാക്ക് എന്നും പോയി കൊല്ലില്ല. പേർ വിളിച്ചു. ഹാജർ പുസ്തകം തുറന്ന് പേർ വിളിച്ചപ്പോൾ ആ മകളില്ല. എവിടെയാ മകൾ? ആർക്കും അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ആഴ്ചയും കണ്ടതാണല്ലോ. കൂട്ടുകാർ പറഞ്ഞു, എവിടെയാ കുട്ടി? ആ കുട്ടി അന്വേഷിച്ച് ജെയിംസ് ബ്ലാക്ക് പോകുന്നു. ആ വീട്ടിൽ, ആ പഴയ വീട്ടിൽ അദ്ദേഹം ചെന്നപ്പോ ആരെയും കാണുന്നില്ല. വീടിന്റെ മുറ്റത്ത് ഒരു മൺകൂന. മൺകൂനയ്ക്ക് മുകളിൽ പൂക്കൾ വിതറിയിരിക്കുന്നു. പച്ചമണ്ണ്, ഉണങ്ങാത്ത മണ്ണ്. അദ്ദേഹം ആരെയും കാണാതെ അവിടെ നിന്നും പോലെ പറഞ്ഞു, താങ്കൾ സൺഡേ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ പെൺകുട്ടി ന്യൂമോണിയ ബാധിച്ചു 3 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. ആ കുഴിമാടത്തിന് മുമ്പിൽ ജെയിംസ് ബ്ലാക്ക് കണ്ണുനീരണിയുന്നുണ്ട്. ആ മനുഷ്യൻ കരഞ്ഞുപോയി. എന്നിട്ട് അദ്ദേഹം സ്വയം പറയുന്നുണ്ട്, ഇന്നെന്റെ ഹാജർ പുസ്തകം തുറന്നപ്പോൾ ഞാൻ എന്റെ മോളുടെ പേര് വിളിച്ചപ്പോ അവളില്ലായിരുന്നു. പക്ഷേ സ്വർഗത്തിലൊരു ഹാജർ പുസ്തകമുണ്ട്. അവിടെ ഹിലേരി പറയാൻ, കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാതശോഭിതത്തിൽ നാൾ. ആ പാട്ട് അന്നുണ്ടാകുന്നത് ആ മനുഷ്യൻ എഴുതിയതാണ്. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ നാൾ. വാർത്തയെ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണൂ എൻ പേരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഇവിടെ പേർ വിളിക്കുമ്പോൾ സാരമില്ല. ഇവിടെ പേർ വിളിച്ചാൽ വിടിയേട്ടില്ലെങ്കിൽ സാരമില്ല. സ്വർഗത്തിൽ അബ്രഹാമേ മരണവീട്ടിലൊക്കെ പാട്ട് പാടുമെങ്കിലും ഇതാണ് കഥ, ഇതാണ് പിന്നിലെ ചരിത്രം. ഈ കുഞ്ഞിന്റെ പർവ്വതത്തിന്റെ മുകളിൽ ഈ കുഞ്ഞിനെ അബ്രഹാം എടുക്കാൻ തുടങ്ങാം. നോക്കുന്നില്ല, ഏതൊരു അപ്പനും നോക്കില്ല കുഞ്ഞിന്റെ മുഖത്തേക്ക്. എവിടേക്കോ പാളി നോക്കിക്കൊണ്ട് ഈ കുഞ്ഞിനെ അബ്രഹാം ഇങ്ങനെ 3 ദിനം നടകൊണ്ടു നോക്കിയിരിക്കും ആശ്വാസമവൾ കീഴും നെടുവീർപ്പുകളെ മാറി
പ്രിയപ്പെട്ടവരെ, ഇത് സായാഹ്നമാണ്. ഇത് സായാഹ്നമാണ്. നേരം മോറിയായുടെ മുകളിൽ ഇരുണ്ട് തുടങ്ങിയിരിക്കുന്നു. പകൽ പോയി മറന്നിരിക്കുന്നു. ഈ സായാഹ്നത്തിന്റെ പേര് ഭാരം, ചാരമായ സായാഹ്നം. Evenings that transform burdens to ashes. വിരുന്ന് വിലാപമായ ഒരു പ്രഭാതം, പ്രതിസന്ധി പദ്ധതിയായ ഒരു മധ്യാഹ്നം, ഭാരം, ചാരമായ ഒരു സായാഹ്നം. നാം മെല്ലെ ഇനി മലയിറങ്ങുകയായി. ഈ രാത്രി 8:15 മണിക്ക് നാം മെല്ലെ മലയിറങ്ങുകയായി. അബ്രഹാം തലപൊക്കി നോക്കി, പിന്നിൽ ഒരു കുഞ്ഞാണ്. പ്രിയപ്പെട്ടവരെ, ഭാരത്തിൽ നിന്ന് ചാരത്തിലേക്ക് ഒരു ദൂരമാണ്. കൊണ്ടുപോയ വിറക് ഇതാ യാഗമായി കഴിഞ്ഞപ്പോൾ ആ ഭാരം, the matter became ash. ഭാരം എന്തായിട്ട് മാറി? വിറക് ചാമ്പലായിട്ട് മാറി. ഇത് ഡിസപ്പോയിന്റിൽ നിന്നും അപ്പോയിന്റ്മെന്റിലേക്കുള്ള ദൂരമാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിൽ നിന്ന് കൃപകളിലേക്ക് തൂക്കി പോയ ദൂരമാണ്. ആ ആടിന്റെ പ്രായം എത്രയെന്ന് പറയാം? 1 വയസ്സ്. ഉത്തരം പറഞ്ഞതിന് നന്ദി. അല്ല, 1 വയസ്സ് പ്രായമുള്ളത് പെസഹ കുഞ്ഞാടിനാണ്. ഉൽപ്പത്തി 15 വീട്ടിൽ പോയി വായിക്കണം. ഹോമയാഗത്തിനുള്ള കോലാട്ടുകൊറ്റന്റെ പ്രായം 3 വയസ്സ്. എത്ര വയസ്സ്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആടാണോ ഇസഹാക്കാണോ അവിടെ ആദ്യം ചെന്നത്? പറയൂ. ഇവർ നടന്നു തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 3 ദിവസം. പക്ഷേ 3 ദിവസം പഴക്കമുള്ള സങ്കടത്തിന് വേണ്ടി 3 വർഷം മുന്നമേ ഉത്തരം കരുതിയ ഒരു ദൈവം. കോലാട്ടുകൊറ്റന്റെ പ്രായം 3 ദിവസം പഴക്കമുള്ള സങ്കടത്തിന് വേണ്ടി മരണത്തിന് പോലും പരിഹാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പനും മോനും മലയിറങ്ങുകയായി. പ്രിയപ്പെട്ടവരെ, 3-ാം ദിവസം കല്ലറ തുറന്നു നോക്കിയപ്പോൾ അഴുകി തുടങ്ങിയ ശവശരീരമായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ജീവിതം എത്രമേൽ ദുസ്സഹമാകുമായിരുന്നു. മരണത്തിന് പോലും പരിഹാരം. പ്രത്യാശയുടെ ഘടികാരത്തിന് കീ കൊടുക്കേണ്ടത് വിശ്വാസം എന്ന താക്കോൽ കൊണ്ടാണ്. പ്രത്യാശയുടെ ഘടികാരത്തിന് കീ കൊടുക്കേണ്ടത് വിശ്വാസം എന്ന താക്കോൽ കൊണ്ടാണ്. ഈ രാത്രി ഈ വിചാരങ്ങൾ ഇവിടെ അവസാനിക്കുക. നാം അവരോടൊപ്പം മലയിറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം 72 മണിക്കൂറുടെ യാത്ര 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട്, ഒരു പകൽ കൊണ്ട് യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് എല്ലാ പ്രതിസന്ധിയെയും പദ്ധതികളാക്കുമെന്ന വിശ്വാസത്തോടെ എന്തെല്ലാം പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്യും. ഈ രാത്രിയിൽ ഞാൻ ഒരു പുതിയ വഴിയിലൂടെ കൊണ്ടുപോയതാണ്. നാം ഒരു പുതിയ വഴിയിലൂടെ സഞ്ചരിച്ചതാണ്. വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട റോയ് പുത്തൂരും പ്രിയപ്പെട്ട റീബയും വിനോവും ഒക്കെ. സത്യത്തിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷ ഞങ്ങൾ ഒരുമിച്ച് ആദ്യമാണ്. പക്ഷെ അത് വളരെ കൃപയുള്ളൊരു ദിവസമാണ്. മനോജൻ ആദ്യം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു നോ പറയാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ ഒഴിവാകാൻ പരമാവധി ശ്രമിച്ചതാണ്. പിന്നെയും ഞാനത് ഏറ്റു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട യാത്രകളൊക്കെ ചെയ്ത് ഉറക്കമില്ലാത്ത ദിവസങ്ങളൊക്കെ ആയിരുന്നു. ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ഒരുമിച്ച് ദൈവവചനം ശക്തമായി ധ്യാനിക്കാൻ കൃപ പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവയോർക്കുന്ന ദൈവം എല്ലാവരെയും സമർത്ഥമായി